ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കേരളത്തിൽ എവിടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ സഞ്ചാരത്തിൽ കൂടുതലും നമ്മൾ ഇപ്പോൾ ഒരു ഹൈ റേഞ്ച് കയറുമ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലത്ത് നമ്മൾ പോകാറുണ്ട്. ഇപ്പോൾ നമ്മൾ വാൾപ്പാറയ്ക്ക് പോയ ആൾക്കാരുണ്ടാവും, ഇരിട്ടി പോയ ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ പൊന്മുടി പോയ ആൾക്കാരുണ്ടാവും. പക്ഷെ ഇതൊക്കെയാണെങ്കിലും വയനാട് ചുരം കയറുമ്പോൾ അതിൻ്റെ പ്രത്യേകത എപ്പോഴും ഉണ്ട്. നമ്മുടെ താമരശ്ശേരി എന്നുള്ള ചുരം സിനിമയിൽ വെള്ളാള നാട്ടിൽ കുതിരോട്ട് പോകുമ്പോൾ പറയുന്ന പോലെ ആ താമരശ്ശേരി ചുരം കയറുമ്പോൾ ഒരു ഭയങ്കര പ്രത്യേകത. 14 ഹെയർ പിന്നേ ഉള്ളൂ, അധികം കിലോമീറ്ററും ഇല്ല. പക്ഷേ മിക്കവാറും ബ്ലോക്കുകളും ഉണ്ട്, ചിലപ്പോൾ 2 മണിക്കൂർ എടുക്കാറുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു KSRTC യാത്രയായിരുന്നു. KSRTC യാത്ര എന്ന് പറയുമ്പോൾ വടക്കൻ പറവൂർ എറണാകുളം ജില്ലയിൽ നിന്ന് നമ്മളുടെ തിരുനെല്ലി, അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ താമസം, പിറ്റേ ദിവസം കൊട്ടിയൂർ മഹാക്ഷേത്രം, അതിനുശേഷം മൃദംഗ ശൈലേശ്വരി, പിന്നെ വൈകുന്നേരം പറശ്ശിനിക്കടവ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ യാത്ര. അപ്പോൾ അങ്ങനെയാണ് വീണ്ടും നമ്മൾ വയനാട് ചുരം കയറാനുള്ള ഒരു കാരണം അതായിരുന്നു. ഒരു ജൂൺ മാസമായിരുന്നു, അതുകൊണ്ട് തന്നെ മഴയുണ്ടായിരുന്നു. മഴയത്ത് അത് ചെറിയൊരു പൊടിമഴ, ഇടയ്ക്കും ശക്തമായ മഴ വരുന്നുണ്ട്. അപ്പോൾ ആ പൊടിമഴയുള്ളപ്പോഴാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു യാത്രയായിരുന്നു. പല പ്രാവശ്യം നമ്മൾ പോയിട്ടുള്ള വഴിയാണ് ഈ പറഞ്ഞ താമരശ്ശേരിയിൽ നിന്ന് അല്ലെങ്കിൽ അടിവാരത്ത് നിന്ന് നമ്മൾ നേരെ ലക്കിടിയിലോട്ടുള്ള യാത്രയെങ്കിലും ഓരോ ഹെയർ പിന്നും നമുക്ക് കയറുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആവുന്നുണ്ട്. ആദ്യമായിട്ട് പോകേണ്ട ഫീലിംഗ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ മഞ്ഞൊക്കെ മഴ കാരണം മൂടൽമഞ്ഞുണ്ടാവും. അത് വെച്ചിട്ടുള്ളൊരു വീഡിയോ എൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യം ഓർമ്മ. പക്ഷെ ഒരുപാട് നല്ല നല്ല വീഡിയോകൾ വേറെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ഷൂട്ട് ചെയ്താണ്. ഞങ്ങൾ സമയം ഒരു 3:30 മണി കഴിഞ്ഞു, 3:30-4 മണി ഞങ്ങൾ ചുരം കയറുമ്പോൾ. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 8 മണിക്ക് അമ്പലം അടക്കുന്ന മുമ്പായിട്ട് തിരുനെല്ലിയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അടിവാരത്തുനിന്ന് കയറി നമ്മൾ ലക്കടിയിലോട്ടുള്ള യാത്രയാണിത്. അപ്പോൾ KSRTC ഏകദേശം 48 പേരുണ്ടായിരുന്നു. പല സ്ഥലത്തുനിന്നും പല കുടുംബത്തിൽ നിന്നും വരുന്ന ആൾക്കാരായിരുന്നു. ആരും ഇതിനു മുമ്പ് പരിചയമുള്ളവർ വളരെ വളരെ കുറവായിരുന്നു. കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, പിന്നെ വന്ന് പരിചയപ്പെട്ടവരായിരുന്നു അധികവും. അപ്പോൾ തിരിച്ചു പോരുമ്പോൾ ഒരു ഫാമിലിയായിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങിയത്. ഇപ്പോൾ എല്ലാ യാത്രയും KSRTC അങ്ങനെ തന്നെയാണ്. യാത്രയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ബഡ്ജറ്റിന് സേഫായിട്ട്, അതും കാരണന്മാർക്കൊക്കെ പോയിട്ട് വരാം. റിട്ടയർമെൻറ്റ് ലൈഫ് ഉള്ള ആൾക്കാർക്കും മക്കൾ സ്ഥലത്തില്ലാത്തവർക്കൊക്കെ ഒരു കുടുംബമായിട്ട് പോകാൻ പറ്റിയ അതാണ് ഈ KSRTCയുടെ യാത്രയുടെ പ്രത്യേകത. അപ്പോൾ ഏതായാലും ഞങ്ങൾ ചുരത്തിൻ്റെ ഒരു യാത്ര എങ്ങനെയുണ്ടെന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കണ്ടൻറ്റുകൾ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. താങ്ക് യു. അങ്ങനെ ചുരം കയറി നമ്മളിപ്പോൾ മാനന്തവാടി ബത്തേരി തിരിയുന്ന ജംഗ്ഷനിലെത്തി. ഞങ്ങൾ ഇടത്തോട്ട് പോവാണ്. അവിടെ നിന്നാണ് നമുക്ക് തിരുനെല്ലിക്ക് പോകേണ്ടത്. താങ്ക് യു.